റൂബിയെ എന്താപ്പോ വാതിലൊക്കെ തുറന്നിട്ടിട്ടായിരുന്നു പഠിക്കണ്. ആ സെമിയെ ആര് വരാനാ മോളെ, ഇജ്ജിങ്ങോട്ട് കേറി വാ. ഷാഫിയാക്കെ അതാ ഷാഫിയാക്ക അതാ വരീന്നു. ഇരിക്കടി ഷാഫിയാക്ക ഇരിക്കി. ആയിരിക്കാം. വല്യമ്മക്ക് എവിടെ? വെല്ലിമ്മ അതാ അകത്തുണ്ട്. വെല്ലിമ്മ വെല്ലിമ്മ വല്യമ്മ എന്താ പാട്? കൊഴപ്പില്ല, സുഖം തന്നെ. അവിടെ ഇരിക്കേ. ആയിരിക്കാം. ആയിക്കോട്ടെ. വെല്ലിമ്മാന്റെ കുട്ടിയൊന്നും ഇങ്ങോട്ട് വന്നാ. അത് ശരി, നിങ്ങളിപ്പോ രണ്ടാളും കരയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ വെല്ലിമ്മ അത്? എന്റെ കുട്ടീനെ ഞാൻ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്. എന്താ സെമിയെ, അനക്കെങ്കിലും ഒരു ബോധം വേണ്ടേ? നൂല് ഒളിച്ചാ നിക്കണ പെണ്ണ് അല്ലടി. ഇത്രയും ദിവസം ഒന്നും വല്യമ്മാനെ കാണാൻ നിന്നിട്ടില്ലല്ലോ. പിന്നെ എന്റെ നിക്കാഹ് കഴിയാൻ വേണ്ടിട്ട് വല്യമ്മക്ക് എന്നില്ല ഏറ്റവും ആഗ്രഹം. അവൻ കാണാൻ വല്യമ്മക്ക് പറ്റിയില്ലല്ലോ. കണ്ടപ്പോ ഒരു സന്തോഷം, അതാ കണ്ണറിഞ്ഞത്. ഒരു മിനിറ്റ്. ഹലോ. ആടാ, ഞാൻ ഇപ്പൊ ഭാര്യ വീട്ടിലാ. അവനൊരു 5 മിനിറ്റ്. ഞാനേ ആടാ, ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഭാര്യ വീട്ടിൽ തന്നെയാണ്. നിങ്ങൾ സംസാരിച്ചൂടി, ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയാട്ടാ. ആടാ. റൂബിയെ, ഇളയമ്മ എവിടെടി? എമ്മ അവിടെ ഉണ്ട്, ഞാൻ വിളിക്ക. തമ്പുരാട്ടി എഴുന്നള്ളിക്കണ് തോന്നുന്നുണ്ട്. എനിക്ക് കണ്ടോളെ, എന്തിനാ ഞാൻ ഓളെ കാണുന്നത്? കേട്ടോളെ. ഇമ്മ, നിങ്ങൾ എന്തമ്മ ഇവിടെ അന്ന് നിക്കണ്? ആ പെണ്ണും ആ ചെക്കനും വന്നിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് വരാത്ത? ഞാൻ എന്തിനാടി ആണ്ട് വരുന്നത്? നിങ്ങോട്ട് പറയിപ്പിക്കണ്ട പെണ്ണച്ചി, ഞാനൊന്നും വരുന്നില്ല. എന്താ ഇമ്മ ഇങ്ങളെ പ്രശ്നോ? ഒന്ന് അവിടെ വന്നു നോക്കി. നീ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നേ കാരട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി. പിന്നെ നിങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കിക്കണ? അയാൾ എന്നെ തച്ചാ എനിക്കിപ്പോ വലിയ കാര്യായി. ഞാൻ ചായയും കോയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഇവിടെ എന്താ ഉള്ളത്? ഇപ്പൊ ഇന്നലെ കൊടുന്ന ചായക്കുള്ള കടിയൊക്കെ എവിടെ? ഇവിടെ ഇന്നലെ ഒരു കൊടുന്ന സാധനങ്ങളൊന്നും ഇല്ല, ഒക്കെ കഴിഞ്ഞിക്കണു. കഴിഞ്ഞിക്കണ് ഇല്ലാന്നോ? നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? നിങ്ങളെടുത്ത് പോത്തില്ലേ? വേണ്ട, നിങ്ങൾ പിടുത്തല്ലാത്ത മുതല് വേണ്ട. അപ്പൊ ഇവിടെ വരട്ടപ്പോ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ആട് വരുന്നുണ്ടേ വന്നോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നക്കാരം. എന്റെ കാര്യം നോക്കി പോവാ നോക്ക്. ഇനിയിപ്പൊ അയാള് വന്നു കഴിഞ്ഞാൽ അയാളെ തൊളയെ കൊടുക്കണൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. ഈ ഉരുമ്പട്ടോള് എന്തിനാണ് അങ്ങോട്ട് കെട്ടിയെടുത്തിക്കണത്? ചെന്നാക്കട്ടെ, എന്റെ വല്ല കുറ്റം പറയണ്ടെങ്കിലോ. എന്തിനാ അപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തിക്കണത് തന്നെ? ഇളയമ്മ, ഞാൻ എന്ത് തെറ്റാ ഇളയമ്മ അങ്ങോട്ട് ചെയ്തത്? ഈ ജോലി തെറ്റും ചെയ്തിട്ടില്ലേടി. തെറ്റൊക്കെ ഞാൻ തന്നെ ചെയ്തിക്കണത്. അന്നെ ഇത്രയും കാലം ഇവിടെ നിർത്തിയത്, അതാണ് ഏറ്റവും വലിയ തെറ്റ് എനിക്ക്. എന്നിട്ടോ ഇങ്ങനെ കേറി ഇങ്ങനെ വന്നിക്കണ്. നാളുണ്ടോ വലിഞ്ഞേറി ഇങ്ങനെ വരാനി? എന്തിനാടി ജാ പെണ്ണിനോട് ഓരോന്ന് പറയണത്? അനക്ക് ഇഞ്ഞും അത് നിർത്താറായിട്ടില്ലേ? അന്റെ മകളും നന്നായില്ലേ? അനക്ക് നന്നാവാൻ ഒട്ടേറെ വേണോ? നന്നായി കൂടെ അനക്ക്? ഉണ്ടായിരിക്കും നിങ്ങള്. ചെന്ന് പോടിയോ ഒക്കെ പറയാനുള്ള. ഞാൻ ആരെ മുഖത്ത് നോക്കിട്ടും പറയും. എന്റെ കാര്യം നോക്കും.
സെമിയ നമുക്ക് പോവാ, തിരക്കുണ്ടോ? നമുക്ക് പോവാ. പോവാ. റൂബിയെ ഞങ്ങള് പോട്ടടി. വരുണ്ടോ എല്ലിമ്മ? ഇനി പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരണ്ട്. പോവാണ്. എന്നിട്ട് ഞാൻ എങ്ങനെ വരുന്നു കുട്ടി? എന്നാലും നോക്കാം വരണ്ട്. നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുണ്ടോ? ഇന്നലെ ഞങ്ങൾ അറിഞ്ഞട്ടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരുന്നുണ്ടെന്നാ. മുത്തമ്മ ഞങ്ങള് പോട്ടെ, എല്ലാവർക്കും മരിച്ചു പോണ്ടല്ലേ. ആയിക്കോട്ടെ. എന്നാ ശരി എന്നാ, ഓക്കെ. പോവാ. ഓനല്ലേ തീരുമാനിച്ചാല് ഞാൻ മരിച്ചണോ മരിച്ചണ്ടേ എന്നുള്ളത്. എനിക്ക് ഓന്റെ കാര്യം നോക്കിയാ പോരെ. എങ്ങനൊക്കെ ഒരു കുട്ടിനെ ദ്രോഹിക്കാൻ മാത്രം എന്താണ് അത് എന്നോട് കാട്ടിയിട്ടുള്ളത്? എന്റെ മകളെ പോലെ തന്നെ അല്ലേ അതും. ഇത് തള്ളെ അടങ്ങി ഒതുങ്ങിയിട്ട് ഇവിടെ നിക്കാൻ പറ്റുന്നത് നിന്നാ മതി. പച്ചവെള്ളം ഞാൻ അടുത്ത് തരൂല. നിങ്ങളൊരു പുന്നാര പേരക്കുട്ടി വന്ന് കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഓച്ചാനിച്ചിങ്ങനെ നിക്കാ. എന്തായാലും മതിയോ? മര്യാദക്ക് തള്ളയുടെ കാര്യം നോക്കി പോവാന്നല്ലേ. പറയിപ്പിക്കണ്ട. എന്താ അമ്മ നിങ്ങളെ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഈ ചാടി കളിക്കണത്? ഈ സ്വഭാവം നിങ്ങൾക്ക് ഇനി മാറ്റാറായിട്ടില്ല. ഇല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. എനിക്ക് നന്നാവാനേ സൗകര്യമില്ല. എന്റെ കാര്യം എന്താ വെച്ചാ നോക്കിക്കോ. ഇപ്പൊ വലിയൊരു മുന്തിയ ആളായല്ലോ. ഉമ്മാനെ താഴ്ത്തിങ്ങാണ്ട് ഓളെ ഭാഗം നിന്നല്ലോ. ഇനി അങ്ങനെ തന്നെ നിന്നാ മതി. എന്റെ കാര്യം നോക്കാനേ ഇക്ക് നന്നായിട്ട് അറിയാട്ടോ. വാതിലൊക്കെ തുറന്നിട്ട് ഏടി എവിടെ? ആരപ്പത്? മൈമൂനെ? കൊറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വരണം വിചാരിക്കണ്. പറ്റണ്ടേ? ഇന്നിപ്പോ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞപ്പോ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ജിരിക്കടി. എന്തൊക്കെ എന്നിട്ട് വർത്താനൊക്കെ? ഇവിടെ ഒരു നിക്കാഹൊക്കെ കഴിഞ്ഞു എന്ന് കേട്ടല്ലോ. എന്ത് വർത്താനം മളെ? എങ്ങനൊക്കെ പോണ്? നിക്കാഹൊക്കെ കഴിഞ്ഞ് വലിയ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ പരിപാടി വെച്ചിങ്ങാണ്ട് നിക്കാഹ് വേയാണ്ട് നടത്തി. ഞാൻ പെണ്ണിനൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതേന്ന്. ഓളെവിടെ? ആടി ഓല് ഇവിടെ ഇല്ലേ. ഓലിന്ന് ഓളെ പെരേക്ക് പോയിക്കണാ. അല്ലടി പെണ്ണെ, അനക്ക് എന്താ സുഖയില്ലേ ആ പെണ്ണിനൊക്കെ കെട്ടാന്? ഇമ്മ മരിച്ചിക്കണ്, വാപ്പയെ അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ചിക്ക. അനക്ക് പിരാന്താണ് ഒരു സ്വർണ്ണവും പണ്ടൊന്നും വാങ്ങാതെ കെട്ടാന്? അന്റെ മകനാണെന്നുണ്ടെങ്കിൽ ഗൾഫായിരുന്നു. ഇതിക്കും നല്ല ബന്ധമൊക്കെ കിട്ടൂലേന്നാ. ഓനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനല്ലേ ഓൻ കല്യാണം കേൾക്ക. നമ്മൾ ആരെങ്കിലും പറഞ്ഞാ കേൾക്കണതാ? ഇനിയിപ്പോ എന്റെ മാപ്പിളക്ക് ഇഷ്ടപ്പെട്ടതാ ഇന്നെ, അതേപോലെ എന്റെ മാപ്പിളക്ക് ഇഷ്ടപ്പെട്ടതാ അന്നെ. ഓല് രണ്ടാളും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഓലെ ഇഷ്ടം ആണ് നോക്കി ആണ് കല്യാണം ആണ് നടത്തി, അത്ര തന്നെ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെക്കനും ഓളും കൂടി പ്രേമത്തിലായിരുന്നില്ലേ? അങ്ങനെയാണ് ഇപ്പൊ നാട്ടിലൊക്കെ കേക്കണത്. അതൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ആൾക്കാർക്ക് എളുപ്പം. എന്റെ മകൻ പ്രേമിച്ച ഒന്നല്ല, അസലായിട്ട് നല്ല രീതിയിൽ തന്നെ പോയി ചോദിച്ചതാണ്. പിന്നെ എന്റെ കുടുംബത്തിൽ നിന്നായതുകൊണ്ട് ചെറിയ പ്രശ്നവും, അതേപോലെ എന്റെ അഞ്ചത്തി ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ടാണ് പെട്ടെന്ന് നിക്കാഹ് കഴിച്ചത്. അല്ലാതെ ഈ പറയണ പോലെ ഒളിച്ചോടിയതും പ്രേമിച്ചതും പ്രേമൊന്നും ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് എന്നോടാ കുഞ്ഞുമ്മു പറഞ്ഞത് ചെക്കനും പെണ്ണും കൂടി ഭയങ്കര പ്രേമായിരുന്നു. പിന്നെ എവിടൊക്കെ വെച്ചിട്ട് കണ്ടിട്ട് ആൾക്കാർ കണ്ടിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് നിക്കാഹ് ചെയ്താണെന്നൊക്കെയാണല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊന്നും സത്യല്ലേ? വെറുതെ നോണ അറിയിക്കാരം. ഇനിയിപ്പൊ അങ്ങനെ അല്ലാന്ന് വരുത്തി തീർക്കാൻ നേരത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിന്ന്, അത് കാരണം പെട്ടെന്ന് നിക്കാഹ് നടത്തിയ. അല്ലാതെ ഈ പറയണ പോലെ ഒളിച്ചോടിയതും പ്രേമിച്ചതും പൊടിച്ചതൊന്നും അല്ല. അതിന്റെ ആവശ്യമൊന്നും ഇപ്പൊ എന്റെ മകൾക്ക് ഇപ്പൊ ഇല്ലേ. നല്ല രീതിയിൽ തന്നെയാണ് ഓൻ കല്യാണം കഴിച്ചിരിക്കണൊക്കെ. ഇത് പണ്ടും മുതലൊക്കെ ഉണ്ടായിന്നാ? ഓളെ വാപ്പ എന്തേലും തന്നീന്നാ? പണ്ട് മുതലൊന്നും ഉണ്ടായിട്ടില്ലടി. ഓലേക്കൊന്നും ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എന്റെ മക ഇട്ടിക്കണ് വളയും
പാവസരും കഴിച്ചേനും എല്ലാ സംഭവങ്ങളും ഇട്ടിക്കണ്. ഒന്നും ഞോക്ക് വേണ്ട, എല്ലാതും ഉണ്ട്. എന്റെ മകനെ ഇട്ടിക്കണ് ഇത്രയും തോനെ പണ്ടൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ? ഒരു മഹറോ ഒരു കമ്മലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാ പോരെ. ഇത് 3 വളയും കഴിച്ചേനും പാവസരും പിന്നെ കുടുക്കിക്കെട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാല് ഓ നല്ല ഇടൽ തന്നെയാണ് അപ്പൊ ഇട്ടിക്കണതൊക്കെ. അനക്കും എന്റെ മകൻക്കൊക്കെ പിരാന്താണ്. എന്നിട്ട് ഇനി എപ്പോഴാ എന്നിട്ട് ഇങ്ങോട്ട് വരിക? വല്ല പണി എടുക്കാനൊക്കെ നിച്ചണ്ടോ? ആ ഓള് പഠിക്കാണ്, ഓൾക്ക് നാളെ മുതൽ ക്ലാസ് ഉണ്ട്. ഇനി പഠിച്ചാനും പോവാണ്. എന്തിനാ ഓള് പഠിക്കണത്? ഓള് ഡോക്ടർ ആവാനാ പഠിക്കണത്. ഡോക്ടർ ആവാനോ? ഈ നക്കിപ്പിന് ഗതി ഇല്ലാത്തോളെ ഡോക്ടർ ആവാനോളോ അപ്പൊ പഠിപ്പിച്ചിക്കണ്? അതൊക്കെ ഇപ്പൊ എന്റെ മകന്റെ പെരടിയിലായില്ലേ. അല്ലാത്തൊരു കഷ്ടം. അതൊക്കെ ഓരോരുത്തരതല്ലേ. ഓൻ പഠിപ്പിച്ചോട്ടെ, ഓന്റെ പെണ്ണുങ്ങളല്ലേ, ഓൻക്ക് തന്നെയല്ലേ കാര്യം ഉണ്ടാവുക. ഓൾക്കൊരു ജോലി ആയി കഴിഞ്ഞാൽ ഓൾക്ക് ഉണ്ടാക്കും ശമ്പളം ഉണ്ടായാ പിന്നെ എന്താ പ്രശ്നം? അതിലൊന്നും ഒരു കാര്യമില്ല. എന്നാ ഞാനാണ് പോട്ടെ. ഇനിയിപ്പോ എന്തായാലും ഓള് ഇവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോ ഞാനാണ് ചെല്ലട്ടെ. കുഞ്ഞുമൂന്റെ പെരയിലും കൂടി ഒന്ന് പോവാണ്ട്. ഓളെ മരിയോളെ പെറ്റിക്കണത്ര ഇവിടെയാണ്. അപ്പൊ ഇനി ഒന്ന് പോയി ഓളെയും കൂടി ഒന്ന് കാണട്ടെ. കൊറേ ആയി ഒക്കെ ഒന്ന് ഇറങ്ങണം വിചാരിക്കണത്, പറ്റലന്നെ ഇല്ല. അന്ന് ചെല്ലുന്നാല്. ആ ആ എന്നായിക്കോട്ടെടി. ഓളാരാ? ഓളൊരു മരോളും ഓളും. എന്താ ഞമ്മളാരും മരക്കളൊന്നും കണ്ടിട്ടില്ല. കണ്ടാലും മതി പെണ്ണിന്റെ ചേലും കോലും. ഇത് പ്രേമം തന്നെയാണ്, അല്ലാതെ ഇപ്പൊ വേറെന്താ? ഇപ്പൊ എന്തായാലും ഓളോടെയും കൂടി ഒന്ന് പോയോക്കട്ടെ. മരോള് പെറ്റെടുക്കാന്നല്ലേ പറഞ്ഞത്. സെമീറാന്റെ കുറ്റം പറയാൻ വേണ്ടി വന്നതോ? ഐറ്റങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞാ നന്നായുള്ളൂ. അല്ലെ പിന്നെ മൂത്ത് നോക്കിട്ട് ഓരോ കുത്തുങ്ങണി ഉണ്ടാക്കും. ഇനിയിപ്പോ മറ്റുള്ളവർക്ക് പോകണ്ടല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കാന്ന് ആർക്കറിയാം. ഒരാട്ടെ എവിടുന്നേലും കിട്ടണം, എന്നാലും ഓള് പഠിച്ചോളൂ. പോയി എന്നാ? എന്താണ് പാടം എടുത്തേ? അല്ല, ഞങ്ങള് പെട്ടെന്ന് പോകുന്നു. എന്തേലും വെള്ളം എന്തേലും കിട്ടിയ എനിക്ക് അവിടെ ചെന്നിട്ട്? അല്ല, വെള്ളം ഞങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങള് വരുന്ന വഴിക്ക് വെള്ളം കുടിച്ചു പോകുന്നു. പിന്നെന്താ, ഓള് വല്യമ്മാനെ കണ്ടു. പിന്നെ ഇപ്പോ പുതിയൊരു അവതാരം ഉണ്ടല്ലോ നന്നായിട്ട് അവിടെ, റൂബി. ഓള് വർത്താനം പറഞ്ഞു പോന്നു. ചെറിയ സങ്കടപ്പെടണ്ടടി, ഒക്കെ ശരിയാവും. എന്ത് കാര്യത്തിന് സങ്കടപ്പെടുന്നത്? അതുപോലെ എന്തോ ആയിക്കോട്ടെ, അതൊക്കെയാണ് ശരിയായിക്കോളും. സങ്കടമൊന്നും ഇല്ലമ്മ, സാരില്ല. എന്നാലും റൂബിയെങ്കിലും ഒന്ന് നന്നായല്ലോ, അത് മാത്രം മതി. അല്ല പിന്നെ അപ്പൊ ഒരാള് നന്നായില്ലേ? ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ വീഴട്ടെ, പിന്നെ ചെക്കന്മാരും പോവാണ്ട്. ഇത് ഒരു ഗ്ലാസ് വെള്ളം കൊടുന്ന റൂമിൽ ഞാട്. ഇപ്പൊ കൊടുന്നേരം. അല്ല, എങ്ങനെയെങ്കിലും നന്നായി കിട്ടിയാ മതിയായിരുന്നോള്. ഈ ഞാൻ വിചാരിച്ചു ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് നന്നാവും. എവിടെ അതിലും കൂടുതലായിട്ടാ വരുന്നത്.